എടാ ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്ക് നന്നാകാ കഴിയുന്നില്ലെങ്കിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്ന് നോക്കടാ. ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ? അപ്പോഴറിയാമടാ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖബറെന്ന് പറഞ്ഞാല് കളിക്കേണ്ട സ്ഥലമല്ല, ചിരിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല. ആ ഖബറിനെ കുറിച്ചെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിലേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹ് പടച്ചവനെ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ. ഏത് ഉസ്മാൻ തങ്ങള് മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ അതാ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബികള്, ആ കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർ, ആ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്ത് നോമ്പുകാരനായി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുന്നത്. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പുറകിലൂടെ കടാതെ എവിടെന്ന് കുത്തിയിറക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരം മുഴുവനും വാളുകൊണ്ട് വെട്ടി നുറുക്കുകയാണ്. അല്ലാഹുവേ, കയ്യിലിരുന്ന ഖുർആനിന്റെ മുകളിലേക്ക്, പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിലേക്ക് അതാ തന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തമങ്ങ് വീഴുകയാ. ഖുർആനിന്റെ മുകളിൽ വീഴുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെന്ന് കൈകൊണ്ട് തുടയ്ക്കുകയാണ്. അവിടെന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ നരകം പറയുമ്പോ കരയാറില്ല, പരലോകം പറയുമ്പോ കരയാറില്ല, നരകത്തിന്റെ ശിക്ഷ പറയുമ്പോ കരയാറില്ല, മരണത്തെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ, ഖബർ കണ്ടു കഴിഞ്ഞാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. എല്ലാവരും ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ എന്തേ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാൽ ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ്? നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസ്സറയെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്താ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാ കരയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഇവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ കുഴിയുണ്ടല്ലോ, ഈ കുഴിക്കകത്ത് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുകയാ. അവിടെ നീ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാ. ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. വല്ലപ്പോഴും പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഈ കുഴിയൊന്ന് നോക്കടാ മോനെ, ഖബറിന്റെ ആഴമൊന്ന് നോക്കടാ മോനെ, മയ്യത്തിങ്ങനെ പതുക്കെ താഴേക്ക് ഇറക്കുന്ന രംഗമൊന്നോർത്ത് നോക്കടാ. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടാ മോനെ? ഖബറിനെ കുറിച്ച് പറഞ്ഞാ തന്നെ പേടിക്കണമടാ.
കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് വഴുതു പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, നീ പേടിക്കണമടാ. ഖബറ് കണ്ടാ കരയണ്, ഖബറ് കണ്ടാ കരയണ് എന്നവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചോ, ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചോ. ഖബറ് കളിക്കണ്ട സ്ഥലമല്ല, ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. സിറാജ് ജീവിച്ചപ്പോ മാതാപിതാക്കളുണ്ട്, എന്റെ കൂടപ്പറപ്പുകളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എല്ലാവരും എനിക്കുണ്ട്. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ സിറാജ് ഒറ്റയ്ക്കല്ല. അല്ലാഹു എന്നെ നരകത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല, അല്ലാഹു എന്നെ സ്വർഗത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അതെവിടെന്നറിയുവോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാ. അത് ഏകാന്തതയുടെ വീടാ, അത് ഏകാന്തതയുടെ വീടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖബറിനെ കുറിച്ച് ചിന്തിക്കൂ. അഹങ്കാരം കാണിക്കുന്നവരോട്, നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട്, അല്ലാഹുവിനെ നടക്കുന്ന നിന്റെ ഭർത്താവിനോട് അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ പെണ്ണ്. പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കൂ. നീ എന്താണ് അങ്ങനെയാകാത്തത്? പണ്ടുള്ളവരങ്ങനായിരുന്നല്ലോ. നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിനോട്, സെക്സ് വീഡിയോ കാണുന്ന ഭർത്താവിനോട്, ആവശ്യമില്ലാതെ ചെയ്യുന്ന ഭർത്താവിനോട് മരണത്തെ കുറിച്ച് പറയുമായിരുന്നു, ഖബറിനെ കുറിച്ച് പറയുമായിരുന്നു, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ. കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖബറ് പറഞ്ഞാ കരയാറില്ല, ഖബറിനെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഉമ്മ, നിനക്കെങ്ങനെയാണ് നിന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറയാ കഴിയുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഫാത്തിമയുടെ ചരിത്രം എടുത്തു വായിക്കണമുമ്മ. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോകുകയാ. യഥാ ലക്ഷങ്ങളെ ചെലവഴിച്ച് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ പാതിരാത്രിയിൽ പേക്കൂത്ത് കാണിക്കുന്ന, അല്ലാഹുവേ ഈ ഉമ്മത്തിന് പോലും പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിൽ ആർഭാടങ്ങൾ നടത്തുന്ന, അനാചാരങ്ങൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാരിതങ്ങള് അതാ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും മണിയറക്കകത്ത് കടന്നു. അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുകയാ. എത്ര വലിയ ഭാഗ്യമാണ്. അലിയാരിതങ്ങൾ കരച്ചല് കേൾക്കുകയാ. പുതിയ പെണ്ണിരുന്ന് കരയുകയാ, മണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാരിതങ്ങൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ
എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ടാണോ? എന്തിനാണ് കരയുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി അലിയാര് തങ്ങളുടെ വായിലങ്ങ് കൈവച്ചു പൊത്തിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അലിയാര് തങ്ങളോട് പുതുമണവാട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, അലിയേ, ഈ വീടിനകത്ത് കത്തിച്ചു വെച്ച വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഈ വീടിനകം മുഴുവനും വല്ലാത്ത ഇരുളാ. പെട്ടെന്ന് പ്രകാശമങ്ങ് താഴ്ത്തിയപ്പോ ഈ വീടിന്റെ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ അല്ലാ, അതിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? എവിടെ ഇരുന്നിട്ടാ ചോദിക്കുന്നത്? തന്റെ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കണച്ചപ്പോ ഒരു ഇരുട്ട് കണ്ടപ്പോ ഭർത്താവിനോട് പറയുകയാ, കബറിന്റെ അകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? എന്നെ ഇറക്കി വെച്ചിട്ട് പലകകൾ എടുത്ത് നിരത്തിയിട്ട് എന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് വെളിച്ചമുണ്ടാകില്ലല്ലോ അലിയേ. പൊട്ടിക്കരയുന്ന ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണ് ഫാത്തിമ, മണിയറക്കകത്തിരുന്ന് കരയുകയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ? ഇന്ന് നമ്മുടെ മണിയറയല്ലേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുന്നു, ഇന്നിത് പറയേണ്ട ദിവസമാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയാണ്, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണിയറ ഇവിടെയല്ല. പഠിക്കടാ ചെറുപ്പക്കാരാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഒരു രാത്രി കിടക്കുന്നതിന് വേണ്ടി മണിയറ ഒരുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേട്ടോ, കല്യാണ വീട്ടിൽ പോയാ എല്ലാവരും പോയി നോക്കുന്നത് അറയാണല്ലോ, മണിയറയാണല്ലോ. എങ്കിൽ പുതുമണവാട്ടി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഇവിടെയല്ല, മണിയറ ഭരിക്കേണ്ടത് ഇവിടെയല്ല, ഇവിടെയല്ല മണിയറ ഭരിക്കേണ്ടത്. എവിടെയെന്നറിയുമോ? ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്നെ കുടിച്ചിടുന്ന 1ാമത്തെ രാത്രി ഉണ്ടല്ലോ, ഇവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ ഭരിക്കേണ്ടത്. ആ കബറിനകത്ത് കടന്നു വരുന്ന മുൻകറമിന് കീറെന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, അവസാനം പിരിഞ്ഞു പോകുമ്പോ അവര് പറയണം, ലം കനൗമത്തിലാറൂ, പുതിയ പുതിയ പള കിടക്കുന്നത് പോലെ, പുതിയ പെണ്ണ് കിടക്കുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് മണിയറക്കകത്ത് കടന്നു ഒരുങ്ങടാ എന്ന് ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പോലും പറയണം, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, മണിയറ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താണ്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. അതുകൊണ്ട് രാത്രികാലം മുഴുവനും തന്റെ വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഇരുളിനെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, കബറിന്റെ സ്വഭാവത്തെ കുറിച്ച്, ആ കബറിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് വിവാഹത്തിന്റെ നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾ അങ്ങനാ, ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവർക്ക് കബറിനെ കുറിച്ച് അറിയില്ലല്ലോ. പള്ളിപ്പറമ്പിലെ കബർ കിടക്കുന്ന മാതാപിതാക്കൾ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ പോകുമ്പോ പോലും ചെവിയിൽ വെച്ചിരിക്കുന്ന ഫോണൊന്ന് താഴ്ത്താത്ത പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, കബർ നിസാരമല്ല. ഇനി മുതൽ നിങ്ങൾ പള്ളിപ്പറമ്പിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നറിയുമോ? നിങ്ങൾ ഓരോരുത്തരോടും കബർ സംസാരിക്കുന്നുണ്ട്. കബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ,
ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ, ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ ഈ ഖബറും സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബർ സംസാരിക്കുന്നത് കേൾക്കാ, ഖബർ സംസാരിക്കുന്നത് കേൾക്കാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, പടച്ചവരെ ഒരു മനുഷ്യനെ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കടന്നുപോയി. ജനാസ ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവർ ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങളാരും ഉപദ്രവിക്കരുത്, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരെയും പറഞ്ഞു വിടുകയാ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിട്ട് മിണ്ടാതെ ഇരിക്കുകയാ. ഒരുപാട് ആ സമയത്ത് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഒരു മനുഷ്യനെ എന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ ഖബറിഞ്ഞിരിക്കുകയാ, കഫം തുണികൾ വലിച്ചു കീറുകയാ, തിന്നുകുടിപ്പിച്ച ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുകയാ. ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് ഖബർ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. കരഞ്ഞ് 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 ഖബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ. ആ സമയത്ത് ഖബർ പോലും ചോദിച്ചു പോയി, അല്ലദുല്ലുകാല അകുഫാനിലാ തുബിലാ, രക്ഷപ്പെടണോ, ഈ ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി ഖബർ പോലും പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സ്വഹാബാ, ഇതുപോലെ ഒരു ദിനം നിങ്ങൾക്കും വരും സ്വഹാബാ. അള്ളാന്റെ റസൂല് തങ്ങൾ ചോദിക്കുകയാ, ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഒരു കുഴി കുഴിക്കും, ഇതുപോലെ ഇവിടെ വന്ന് കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുവോ? 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 ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കും, അതിൽ സംശയമൊന്നുമില്ല. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? അസ്റായിൽ. ആ ചങ്ങാതി വല്ലാത്ത ടൈമാ. കറക്റ്റ് സമയം പാലിക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ, കറക്റ്റ് സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന്, ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൂല. കണ്ടിട്ടുണ്ടോ? ഇഖാമത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയം ഇങ്ങനെ മിന്നി മിന്നി മിന്നി. അല്ലാഹ്, ഇതൊരു ആത്മാർത്ഥതയല്ലേ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വരും, കൊണ്ടുപോയിരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പം എന്തായാലും പള്ളിപ്പറമ്പിൽ പോകണം. പോണ്ടേ? പോകണ്ടേ? പിന്നെ പോകുന്ന ഖബറെന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിക്കുന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ, ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കരിക്കുമല്ലേ, അപ്പം പിന്നെ ഖബറിൽ പോകണ്ടല്ലോ എന്ന്. ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എല്ലാവരും കരിക്കല്ലേ? എൻ്റെ പൊന്നാര ചങ്ങാതി, ബർസഖ് എന്ന് പറയുന്ന ജീവിതം മരണത്തിന് ശേഷമുള്ള പരലോകത്തിൻ്റെ ഇടയിലുള്ള ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പം എന്തോ ആയാലും നമ്മൾ പോയേ പറ്റത്തുള്ളൂ. കരിക്കണോ പൊരിക്കണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വലിയ സന്തോഷം. ഏതോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയംകാരനായ ഒരു സ്വാമിയല്ലേ, കോട്ടയംകാരനായ ഒരു സ്വാമി ഇന്നിവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തി. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവന് ഹിദായത്ത് കൊടുത്തിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. പടച്ചോൻ, ഇപ്പം നമുക്കൊന്നുമല്ല ചർച്ച, നമ്മളിങ്ങനെ ഇപ്പോൾ ഹലാലാ വിഷയം. ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തവനാ പടച്ചോനെ ഇത് പറയണം. അതാ ഏറ്റവും വലിയ സങ്കടം.
ഹലാലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പത്രക്കാരോ ടി വി കയറി ഇരുന്നിട്ട് വഴുതു പറയുന്നവനോട് എടാ ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഓന് തന്നെ അറിയില്ല. പൊട്ടൻ. ആടിനെ പട്ടിയാക്കണ കാലത്താണ് നമ്മൾ ജീവിക്കണം. ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഓൻ അറിയുന്നില്ല. ഇങ്ങനെയുള്ളവരാ ചർച്ച ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാം പയറ്റി നോക്കി, എന്തൊക്കെ നോക്കി? ലവ് ജിഹാദ് നോക്കി, പിന്നെന്താപ്പ കഞ്ചാവ് ജിഹാദ്, അങ്ങനെ പറഞ്ഞാലല്ലേ തിരിയത്തുള്ളൂ എല്ലാത്തിനും. കഞ്ചാവ് ജിഹാദ് നോക്കി, ഹലാൽ ജിഹാദ്, ഇനി എന്തൊക്കെ, ഇനിയിപ്പോൾ കൊറോണ ജിഹാദ് നോക്കി, ഇനിയിപ്പോൾ എന്തൊക്കെ ജിഹാദ് കടന്നു വരാനിരിക്കുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അവനാ ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ വാളെടുത്തിട്ട് യുദ്ധം ചെയ്യുന്നതിനാ ജിഹാദ് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലാഹു അഅലം. പടച്ചവനെ, നമ്മളിങ്ങനെ തല്ല എല്ലാവരും കൂടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലർ പറയും ഉസ്താദ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കണമെന്ന്. വേറെ പണിയില്ലടാ നീയാ, വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാൻ കിടക്കും. ഇവർ നമ്മളെ പേടിപ്പിക്കുക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തുക. നമ്മൾ ആരാന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജനിച്ചപ്പോൾ തന്നെ ബാങ്ക് ഇക്കാമത്തും കൊടുത്തിരിക്കുക, മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കുഴിച്ചിടാൻ. കാരണം ബാങ്ക് ഇക്കാമത്ത് കൊടുക്കാൻ പോലും സമയമില്ല. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. 3-4 മാസമായപ്പോൾ അള്ള എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കൂടാന്ന് അള്ള എഴുതി വെച്ചിരിക്കുക. നമുക്ക് ചെവിയിൽ വലത് ബാങ്കും കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. കാരണം എന്തേ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കണം, പൊതിക്കണം, കൊണ്ടുപോകണം. സമയമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ നിർത്തിയിരിക്കുന്ന കോടികളാണ് നമ്മളൊക്കെ ഇങ്ങനെ നേർച്ചയ്ക്ക് നിർത്തിയിരിക്കണ പോലെ നമ്മളെല്ലാം ഓതി നിർത്തിയിരിക്കുക. നമ്മളെയാണ് ജിഹാദിൻ്റെ പേര് പറഞ്ഞിട്ട് വരിട്ടാൻ നോക്കണത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്നറിയോ? ഇവരൊക്കെ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ നേരെയാകാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനെ അനുസരിക്കാതെ വന്നപ്പോൾ അള്ളാഹു ഇങ്ങനെയുള്ള ചില ഞണ്ടുകളെ കൊണ്ട് നമ്മളെ നന്നാക്കിപ്പിക്കും. നമ്മൾ അള്ളാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള നീർക്കോലികളുണ്ട്, അതിങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മളെ വരട്ടും, എന്നിട്ട് നമ്മളെ പാഠം പഠിപ്പിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നന്നാകും, പിന്നെ ബാക്കിയൊക്കെ നോക്കാം. ഹലാലും ഹറാമും ചർച്ച ചെയ്യുമ്പോൾ ആരാപ്പാ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് തിന്നാൻ പറ്റണമെന്ന് ചോദിക്കാറുണ്ടോ? പോക 4 ഷവായി, 2 തന്തൂരി, 1 മട്ടൻ ബിരിയാണി. ആരാപ്പാ? കടയുടെ പേര് തന്നെ അല്ലാഹു അഅലം. നമ്മൾ തിരക്കാറുണ്ടോ? നമ്മൾ പോയിട്ട് ഏതെങ്കിലും കടയിൽ ചിലർ പറയും ഹലാലാന്ന്, പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ ചിന്തിച്ചത് നമ്മൾ പോലും അത് നോക്കാറില്ല. ഞാൻ എടുത്തെൻ്റെ നാട്ടിൽ ഞാൻ കോഴി മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പേരെന്താന്ന് വെച്ചു. അപ്പോൾ അപ്പം ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് ഇറക്കണമെന്ന് അവൻ ചോദിക്കണേ. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ബിസ്മി പറഞ്ഞിട്ട് ഞാൻ കോഴി അറുത്ത് മേടിച്ചുകൊണ്ട് പോയി. എൻ്റെ കോഴി ഇങ്ങനെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാക്ക വന്നു, അവൻ തന്നെ അറുത്ത് കൊടുത്തു. അയാൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഓൻ്റെ മുസ്ലിം തന്നെ ആയിരുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് അലച്ചേക്ക്. അപ്പം നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. മേടിക്കുക, തിന്നുക. പക്ഷേ ഇങ്ങനെയുള്ളത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം മരിക്കും. പോകുമ്പോൾ നല്ലതുപോലെ പോണോ? നല്ലതുപോലെ പോണോ? ഇന്നലെ ഞാനിങ്ങനെ മംഗലാപുരത്ത് വഴുതിന് പോയപ്പോൾ, ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ നിസ്കരിച്ചപ്പോഴാണ് മരിച്ചതെന്ന്. എപ്പോഴാണ് മരിച്ചേ? നിസ്കരിച്ചപ്പോൾ. അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹ് എന്ത് മരണമാണെന്ന്. നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് പേര് നല്ലതുപോലെ മരിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കും, എന്തായാലും മരിക്കും. എല്ലാവർക്കും ഉറപ്പാണ്. ജബ്ബാറിന് വരെ ഉറപ്പല്ലേ മരിക്കുമെന്ന്? ഉറപ്പല്ലേ? ആരാ ജബ്ബാർ? ആരാ? ഓനറിയാം. ദൈവം ഇല്ലാന്ന് പറയുന്നവന് ഉറപ്പാ മരിക്കുമെന്ന്. അപ്പം ഞാൻ പറയുന്നത്, വെറുതെ മരിച്ചാൽ പോരാ.